വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചില്ലി ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പ്യുവർ ചൈനീസ് ചില്ലി ചിക്കൻ അല്ല, എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയുള്ള ഒരു നല്ലൊരു ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. ബോണിൻ ചിക്കൻ ആയാലും ഒരു കുഴപ്പമില്ല. ബോണിൻ ചിക്കന് കുറേ കൂടെ ഫ്ലേവർ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഹോം മെയ്ഡാണ് കേട്ടോ. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ നമുക്ക് കുറച്ച് സോസുകളും കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ സോസൊക്കെ ചേർത്തുകൊണ്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി നോക്കിയിട്ട്. സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് എനിക്കൊരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ഇളക്കി കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിലർ ഇതിനകത്ത് മുട്ടയൊക്കെ ചേർക്കും, ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കുറച്ച് കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറിൽ കൂടുതലായി. കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അതിൻ്റെ ആ ഫ്ലേവർ കൂടുതൽ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒത്തിരി എണ്ണയൊന്നും അങ്ങനെ ഒഴിക്കണ്ട. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന എണ്ണ ഒത്തിരി ഇങ്ങനെ കൂടി കിടക്കാതെ അകത്തി ഇടണം. വെളിച്ചെണ്ണ യാതൊരു കാരണവശാലും ഒഴിച്ചും കൊടുക്കരുത്. റിഫൈൻഡ് ഓയിലേ ഉപയോഗിക്കാവൂ. ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഓരോന്നോരോന്ന് ഇടണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇല്ലെങ്കിൽ കൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കോരുമ്പോൾ അതിൻ്റെ ആ കോട്ടിങ് എല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞത്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി ഓവർ ഫ്രൈ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ പീസസിൻ്റെ ആ ജ്യൂസിനെസ് ഒക്കെ പോയിട്ട് അങ്ങ് ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ പിന്നെ ഒരു രസം ഉണ്ടാകത്തില്ല കഴിക്കാനായിട്ട്. ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും നമുക്കിതുപോലെ കുറേശ്ശായിട്ട് വറുത്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കുറച്ചെടുത്തിരിക്കുക കറി ഉണ്ടാക്കാനും. ആ സെയിം പാൻ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതോട്ട് ആദ്യം ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 1.5 ടേബിൾ സ്പൂൺ. എന്ന് പറഞ്ഞാൽ ഇതൊരു മീഡിയം സൈസുള്ള വെളുത്തുള്ളി, ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ 3-4 എണ്ണം എടുത്താൽ മതി. ഇത് ചേർക്കുന്ന വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട. എല്ലാം ഒന്ന് ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത്. പിന്നെ ഞാനിനി ഇത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റാണ്. ഈ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 10 പിരിയമുളക് എടുത്തിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത് നല്ല സോഫ്റ്റ് ആയി കഴിയുന്നുണ്ട് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ വിനിഗറും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇതുപോലെ കളർ കിട്ടേണ്ട കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കാം. പിരിയമുളക് ആയതുകൊണ്ട് എരിവൊന്നും ഇല്ലല്ലോ അധികം. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു വലിയ സവാള ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതളുകളായിട്ട് ഇങ്ങനെ അടത്തി എടുത്തതാണ്. പിന്നെ ഞാൻ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 കളറിലെ ക്യാപ്സിക്കം ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പച്ച ക്യാപ്സിക്കം മാത്രം എടുത്താലും മതി. അപ്പോൾ 1 ക്യാപ്സിക്കം മുഴുവൻ ചേർക്കണം.
അപ്പോൾ ഈ ചില്ലി പേസ്റ്റ് കയ്യിലില്ലാത്തവർ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി. അതിപ്പോഴല്ല ചേർക്കേണ്ടത്, അത് ചേർക്കേണ്ട എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് ഞാൻ ആ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചത്, ഒരു 2 ടേബിൾ സ്പൂണോളം അതോടെ ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഒണിയൻ കയ്യിലില്ലാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഉപ്പ് ഇനി നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർക്കാവുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് സോസുകളൊക്കെ ചേർക്കുന്നുണ്ട്, അതിനൊക്കെ ഉപ്പിൻ്റെ അംശമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റിലേ ഇനി ഉപ്പ് ചേർക്കാവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സോസുകളൊക്കെ കൂടെ ഒഴിക്കണം. അതിന് മുമ്പേ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണം. ഈ ക്യാപ്സിക്കവും സവാളയൊക്കെ കണ്ടോ, ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതൊന്നും ഒത്തിരി കുക്കാവരുത്. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 3 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. നമ്മൾ ചില്ലി പേസ്റ്റ് കൂടെ ചേർത്താണല്ലോ, അപ്പോൾ ചില്ലി സോസ് കുറച്ച് ചേർക്കാം. ഇനി തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കാവണം. അപ്പോൾ നിങ്ങൾ ചില്ലി പേസ്റ്റിന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ഈ നമ്മുടെ സോസിൻ്റെ കൂട്ടത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ. സോസിൻ്റെ എല്ലാം ടേസ്റ്റൊക്കെ കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ചിക്കൻ്റെ എല്ലിൻ്റെ പീസൊക്കെ കൂടെ എടുത്തിട്ട് നമ്മൾ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചത് പകുതിയാക്കി വറ്റിച്ചെടുക്കണം. ഇന്ന് ഞാൻ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ചിക്കൻ്റെ എല്ലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ചിക്കൻ ക്യൂബ് കിട്ടുമല്ലോ സ്റ്റോക്കിൻ്റെ, അത് ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്, ഒരു 1.5 കപ്പ് വെള്ളത്തിൽ. ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ഇല്ലാത്തവർ സ്റ്റോക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ സ്റ്റോക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കറിക്ക് കൂടുതലൊരു രുചി കിട്ടും എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി സ്റ്റോക്കിന് പകരം. ഞാൻ പറഞ്ഞ അളവിൽ ഇത് ഞാൻ കുറച്ച് ഗ്രേവി ഉള്ളൊരു ചില്ലി ചിക്കനായിട്ടാണ് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി അത് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നോക്കണം, ആവശ്യത്തിന് തിക്നെസ് ആകുമ്പോൾ നിർത്തണം. എനിക്ക് എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഈ ഗ്രീൻ പോർഷനും കൂടെ അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കളർഫുൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചില്ലി ചിക്കൻ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ചില്ലി ചിക്കൻ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.